അപ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ പ്രസംഗിക്കുന്നത് സ്നേഹവാനായ ഒരു ദൈവത്തെയാണ്, സൃഷ്ടികളുടെ പിതാവായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത്. ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കിടക്കുന്ന ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്, ഈ ചീഞ്ഞ നാറിയ ഒരു വ്യവസ്ഥിതിക്ക് ഒരു മാറ്റമുണ്ടാകണമെന്ന് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കുടുംബങ്ങളിലായിരിക്കുന്ന സഹോദരിമാർ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നത് കുടുംബങ്ങളിലിരിക്കുന്ന സഹോദരിമാരാണ്. അവരുടെ ഭർത്താക്കന്മാർ മദ്യപിച്ചവരുടെ ഭവനങ്ങളിലേക്ക് രാത്രി കടന്നു വന്ന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാത്ത കുടുംബാന്തരീക്ഷം, തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുടുംബാന്തരീക്ഷം, തലമുറകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കുടുംബാന്തരീക്ഷം. ഇന്ന് കേരളത്തിന്റെ സ്ഥിതി വളരെ 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 മോശമാണ്. ദൈവത്തിന്റെ നാടെന്ന് വിളിക്കുന്ന, ദൈവത്തിന്റെ നാടെന്ന് സംബോധന ചെയ്യുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരും നാക്കെടുത്താൽ ഉറക്കം വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ നാടെന്ന്. പക്ഷെ ഇന്ന് ഈ സ്റ്റേറ്റിനെ കുറിച്ച് മറ്റ് സ്റ്റേറ്റിലുള്ളവർ പറയും ഇത് ദൈവത്തിന്റെ നാടല്ല, ചെകുത്താന്റെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ചെകുത്താന്റെ നാടായി മാറ്റപ്പെടുന്ന ഒരു വ്യവസ്ഥിതി ഈ ലോകത്ത് സംജാതമായിരിക്കുന്നു. ഈ വ്യവസ്ഥിതിക്ക് ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും നിര്യാതയ്ക്കും അടിമത്തം ആയിക്കഴിഞ്ഞ സമൂഹത്തിന് ശാശ്വതമായ ഒരു വീണ്ടെടുപ്പുണ്ടോ? ശാശ്വതമായ ഒരു രക്ഷയുണ്ടോ? പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, ശാശ്വതമായ ഒരു രക്ഷയുണ്ട്. ആ രക്ഷ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ തിരിയുക എന്നതാണ്. ഇവിടെ ഈ ഭൂമുഖത്തുള്ള സകല സൃഷ്ടിയിലും ഏറ്റവും മണിമകുടമായി ദൈവം സൃഷ്ടിച്ച സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ്.